സഹകാരി റൈസ് പ്ലസിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. കുട്ടികളെ, നമ്മൾ നോക്കാൻ പോകുന്നത് വൊക്കാബുലറിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഇഡിയംസ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇഡിയംസ്. പരീക്ഷയിൽ പലപ്പോഴായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇഡിയംസ്. അപ്പോൾ എന്താണ് ഈ ഇഡിയംസ്? അതാദ്യം ഒന്ന് പറഞ്ഞു നോക്കിയേ. മലയാളത്തിൽ നമ്മൾ ശൈലികളെന്ന് പറയാറുണ്ട്, ഇല്ലേ? നമ്മൾ ഒരു രീതിക്ക് പറയുന്നു, അതിൻ്റെ മീനിങ് വേറൊരു രീതി ആയിരിക്കും. നമ്മൾ മലയാളത്തിലൊക്കെ പറയാറുണ്ടല്ലോ, കുരയ്ക്കും പട്ടി കടിക്കില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ മലയാളത്തിൽ ചൊല്ലാണത്. എന്തെന്ന് പറയുന്നു? കുരയ്ക്കും പട്ടി കടിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ അർത്ഥം? എന്ന് പറഞ്ഞാൽ കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്നാണോ? അല്ല, അതിൻ്റെ അർത്ഥം എന്താണ്? മിണ്ടാതെ നടക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കൂടുതലായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ അത്ര ഉപദ്രവകാരികളൊന്നും അല്ല എന്നൊക്കെ പറയില്ലേ? അവരുടെ ഉള്ളിലൊന്നും കാണില്ല. ഇനി മിണ്ടാപ്പൂച്ച കലോടച്ചു എന്ന് പറഞ്ഞാലോ, ഇങ്ങനെ വളവളാ സംസാരിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ മിണ്ടാതെ അമിങ്ങയും അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന ആൾക്കാരാണ്. ഒന്നും പാവം പോലെ ഇരിക്കുന്ന ആൾക്കാരെയാണ് പേടിക്കേണ്ടത് എന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങളാണ് ഇഡിയംസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഇത്തരത്തിലുള്ള ഈ വാക്കിൻ്റെയൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളുടെ ട്രാൻസ്ലേറ്റഡ് വേർഷൻസ് ആണ് ഇഡിയംസ് എന്ന് പറയുന്നത്, ശൈലികൾ. അപ്പോൾ അതിൻ്റെ മീനിങ് നമ്മൾ എഴുതണം, ഇല്ലേ? അപ്പോൾ ചോദ്യങ്ങൾ ധാരാളം വരുന്നതാണ് ഇഡിയംസ്. ഇനി അതേപോലെ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഫോറിൻ വേർഡ്സ്. അപ്പോൾ എന്താണ് ഈ ഫോറിൻ വേർഡും ഇഡിയവും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഡിയംസ് പൊതുവെ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന, നമ്മളൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇഡിയംസ് എന്ന് പറയുന്ന ശൈലികൾ. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ ഇംഗ്ലീഷ് വെർഷൻസ് ആണ് ഇഡിയംസ് എന്ന് പറയുന്നത്. എന്നാൽ ഫോറിൻ വേർഡ് എന്ന് പറഞ്ഞാൽ വിദേശികൾ ഉപയോഗിക്കുന്ന, നമ്മൾ പറയുന്ന പോലെയുള്ള ശൈലികൾക്ക് പറയുന്ന പേരാണ് യൂസേജുകൾ. ശൈലികൾക്ക് പറയുന്ന പേരാണ് ഫോറിൻ വേർഡ്സ്. ഇപ്പോൾ അമേരിക്കയിൽ പോയിട്ട് മിണ്ടാപ്പൂച്ച കലോടച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവരുടെ രീതിക്കുള്ള വാക്കുകൾ വെച്ചിട്ടുള്ള യൂസേജ് ആണ് ഫോറിൻ വേർഡ്സ്. അപ്പോൾ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇഡിയംസും അവർ പറയുമ്പം അത് ശൈലി അല്ലെങ്കിൽ ഫോറിൻ വേർഡ്സ് ആയിട്ട് മാറുന്നു. ഇനി നോക്കി, നമ്മൾ ഇഡിയംസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഇഡിയംസ് പഠിക്കാൻ വേറെ കോഡോ കാര്യങ്ങളൊന്നുമില്ല. ഓരോന്നും കണക്ട് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. ഇഡിയംസിൻ്റെ ക്ലാസ് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അതിൻ്റെ റെസ്പോൺസ് എനിക്ക് കിട്ടണം. റെസ്പോൺസ് വെച്ചിട്ട് നമ്മൾ കണ്ടതും അല്ലെങ്കിൽ കണ്ടിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് കണക്ട് ചെയ്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ അതിലൂടെ നമ്മൾ പഠിച്ചു വരണം, മനസ്സിലാക്കി പഠിക്കുക. കാണാതെ പഠിക്കാൻ വേണ്ടി നിൽക്കരുത്. കാണാതെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളത് മറന്നുപോകും. അപ്പോൾ അത് കണക്ട് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും. അത് കണക്ട് ചെയ്ത് നിങ്ങൾ ആ കണക്ഷൻ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടപ്പെടാ ഇഡിയംസ് എല്ലാം പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. നമ്മളിന്ന് പഠിക്കുന്നത് കാറ്റഗറി ചെയ്താണ് ഇഡിയംസ് പഠിക്കുന്നത്. എല്ലാം പഠിക്കുന്നതിന് ഓരോ ഓർഡറാക്കി പഠിക്കുക. അപ്പോൾ നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ആ ഓർഡറാക്കി പഠിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, അതിനകത്ത് ഒരു കാര്യം മിസ്സായി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഓർഡർ ഇല്ലാതെ പഠിക്കുമ്പോഴാണ് എന്ത് പഠിച്ചു, എവിടെ പഠിച്ചു, എന്തൊക്കെയാണ് ഓർമ്മയിലുള്ളത് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഒരു 20 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് മാക്സിമം 20 പോയിൻ്റേ ഉള്ളൂ എന്ന് വെച്ചോ. അപ്പോൾ 20 പോയിന്റ് നമ്മൾ പഠിച്ചു, പോയിന്റ് ചെയ്ത് തന്നെയാണ് പഠിച്ചു വെച്ചത്. അപ്പോൾ നാളെ ഒരു കാലത്ത് ആ ടോപ്പിക്ക് എടുക്കുമ്പം അതിനകത്ത് 20 പോയിന്റ് ഉണ്ടെന്ന് ആദ്യമേ നമ്മുടെ മനസ്സിൽ വരും. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, രണ്ടാമത്തെ ഇതാണ്, മൂന്നാമത്തെ ഇതാണ്, ഇങ്ങനെ നമുക്ക് കിട്ടുന്നു. 18ാമത്തെ പോയിന്റ് നമ്മൾ മറന്നുപോയി. 19 അറിയാം, 20 അറിയാം. അപ്പോൾ ഒരു പോയിന്റ് നമ്മൾ മിസ്സായി. പെട്ടെന്ന് നമുക്ക് ഒന്നൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ പെട്ടെന്ന് ആ ക്ലാസ്സിലേക്ക് പോയാൽ നമുക്കത് കിട്ടും. ഇങ്ങനെ ഒരെണ്ണം മറന്നുപോയാൽ നമുക്ക് ഓർമ്മയിലെങ്കിലും വരും. മറ്റേത് ഓർഡർ ഇല്ലാതെ എവിടെ നിന്നെങ്കിലും വാലാകോല പഠിക്കുമ്പോഴാണ് നമുക്കത് കൂടുതലും നമ്മളെ മെമ്മറിയിൽ നിൽക്കാതെ. ഇത് നമ്മൾ പഠിക്കുന്നത് കാറ്റഗറി ചെയ്താണ് പഠിക്കുന്നത്. നമ്മൾ ആദ്യം പഠിക്കുന്ന ഫ്രൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ട ഇഡിയംസ് ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഫ്രൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ട ഇഡിയംസ് ആണ്. അപ്പോൾ ഫ്രൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് മൊത്തവും ഇഡിയവും നമ്മൾ പഠിക്കും. അതിനകത്ത് എല്ലാ ഇഡിയവും നമ്മൾ ഫ്രൂട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് പഠിക്കും. അപ്പോൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ബേസ്ഡ് ഇഡിയംസ് ആണ്. അപ്പോൾ പഠിക്കുക, 20 ഇഡിയമേ ഉള്ളൂ. പെട്ടെന്ന് എന്നോടൊപ്പം പഠിച്ചു വരിക. ഒന്നാമത് നോക്കിയേ, ആപ്പിൾ ഓഫ് വൺ സൈ. ഒന്നാമത് ഇഡിയ ഏതാണ് കുട്ടികളെ? ആപ്പിൾ ഓഫ് വൺ സൈ. ഇപ്പം ഞാൻ ഓരോ ഇഡിയവും എന്താണ്, അതിൻ്റെ മീനിങ് എന്താണെന്ന് പറയും. മീനിങ് കാണിക്കില്ല, മീനിങ് ഞാൻ പറയും. അത് നിങ്ങൾ എന്നോടൊപ്പം റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു 10 ഇഡിയം നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നു. ആ 10 ഇഡിയത്തിൻ്റെയും കാര്യം പറഞ്ഞ് അതിൻ്റെ മീനിങ് പറയും. അത് നിങ്ങൾ എന്നോടൊപ്പം പറയണം. കാണാതെ തന്നെ പറയണം, മനസ്സിലാക്കി പറയണം. എന്നിട്ട് അത് നമ്മൾ വിസിബിൾ ആവും. നിങ്ങൾക്കത് കാണുന്ന രീതിയിൽ പറയാം. അപ്പോൾ നമ്മൾ പറയാറില്ല പിള്ളേരെ, ആപ്പിൾ ഓഫ് വൺ സൈ എന്താണ്? നമ്മളൊരു ചൊല്ലുണ്ട്, കണ്ണിലുണ്ണി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും കുട്ടികളെ, കണ്ണിലുണ്ണി എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ ആൾക്കാർ കാണും, ഇല്ലേ? ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കണ്ണിലുണ്ണിയുണ്ട്. ചിലവർക്ക് ആരായിരിക്കും? കുഞ്ഞുങ്ങളായിരിക്കും കണ്ണിലുണ്ണി. ചിലവർക്ക് ആരായിരിക്കും? ഹസ്ബൻഡ് ആയിരിക്കും കണ്ണിലുണ്ണി. ചിലവർക്ക് ആരായിരിക്കും? വൈഫായിരിക്കാം, അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം. വളരെ ഇഷ്ടമുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കണ്ണിലുണ്ണിയായിട്ട് പറയുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവരൊക്കെ കണ്ണിലെ കരടായിട്ട് മാറും, ഇല്ലേ?
കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാകുമ്പോഴത്തേക്കും കുണ്ടണി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നോടെ, കുരുത്തക്കേട് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നോടെ, തലവേദന കേസാക്കി വരും ഇല്ലേ? ചേട്ടനാണെങ്കിലും ചേച്ചിയാണെങ്കിലും ഇതേ അവസ്ഥ തന്നെ. നോക്കിയിരുന്നേ, ഇപ്പൊ കണ്ണിലുണ്ണി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരെയും പറയാറുണ്ടാവും, എല്ലാവരെയും പറയാറുണ്ട്. ഈ ലോകത്തുള്ള കാണുന്നവരെല്ലാവരും എൻ്റെ കണ്ണിലുണ്ണിയാണ് പറയാറുണ്ടോ കുട്ടികളെ? ഇല്ല. നമ്മൾ ഏതെങ്കിലും ഒരാളായിരിക്കും പറയാം. നമുക്ക് വളരെ ഇഷ്ടമുള്ള ആൾക്കാരെയാണ് പറയുന്നത് ഇല്ലേ? അപ്പോൾ ആപ്പിൾ ഓഫ് വൺ സൈ മീൻസ് ഫേവറേറ്റ് പേഴ്സൺ. വളരെ ഇഷ്ടമുള്ള ആൾക്കാരെ നമുക്ക് എന്താന്ന് പറയാം, ആപ്പിൾ ഓഫ് വൺ സൈ എന്ന് പറയാം ഇല്ലേ? അപ്പോൾ ആപ്പിൾ ഓഫ് വൺ സൈ മീനിങ് എന്താണ് കുട്ടികളെ? ഫേവറേറ്റ്, വളരെ ഇഷ്ടമുള്ള ആൾക്കാരെ പറയുള്ളൂ. ഞാൻ മീനിങ് കാണിക്കില്ല, മീനിങ് ലാസ്റ്റേ കാണിച്ചു തരുള്ളൂ. അപ്പോൾ ആപ്പിൾ ഓഫ് വൺ സൈ ഫേവറേറ്റ് പേഴ്സൺ, വളരെ ഇഷ്ടമുള്ള ആൾക്കാർ. രണ്ടാമത്തെ നോക്കിയാണ് ആപ്പിൾ പൈ ഓർഡർ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുട്ടികളെ? ഓർഡറാക്കി ഈ പഴക്കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ, നമ്മൾ ആപ്പിളൊക്കെ വാങ്ങാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അടുക്കി വെച്ചിരിക്കുന്നത്? നിങ്ങൾ തന്നെ പറയാം, എങ്ങനെയാണ് അടുക്കി വെച്ചിരിക്കുന്നത്? നിങ്ങൾ നോക്ക്, ഒരു ത്രികോണാകൃതിയിൽ ഓർഡറാക്കിയല്ലേ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിലൊരാൾ നിങ്ങൾ എന്ത് ചെയ്യുന്നൂടെ, ആപ്പിൾ വാങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ നോക്കിയപ്പം ആ കടക്കാരൻ നിങ്ങളടുത്ത് പറയുകയാണ്, ഇതിൽ ഇഷ്ടമുള്ള, നിങ്ങളടുത്ത് പറയണം ഒരു ബാസ്ക്കറ്റ് തന്നിട്ട് അല്ലെങ്കിൽ ഒരു കൂട തന്നിട്ട് പറയുന്നു, അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്പിൾ എടുക്കാൻ പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും നടുക്കിരിക്കുന്ന മുഴുത്ത ആപ്പിൾ നോക്കി വലിച്ചെടുത്തു. എടുക്കാൻ പറ്റുമോ പിള്ളേരെ? ആ ഒരു ത്രികോണാകൃതിയിലാണ് അടുക്കി വെച്ചിരിക്കുന്നത്, എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, അങ്ങനെ എടുക്കുകയാണെങ്കിൽ എല്ലാം കൂടെ പൊളിഞ്ഞ് താഴെ വീഴും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നോടെ, അപ്പോൾ എന്ത് ചെയ്യുന്നോടെ, 1 കിലോ ആപ്പിൾ വാങ്ങിക്കാൻ പോയാൽ നിങ്ങൾ ചിലപ്പം 10 കിലോ ആപ്പിളും കൊണ്ട് വരേണ്ടതായിട്ട് വരും. കാരണം എല്ലാം പോവും, മണ്ടേന്നേ എടുക്കാൻ പറ്റുള്ളൂ. കാരണം അത് ഓർഡർ ആക്കി വെച്ചിരിക്കുകയാണ്, എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പാറ്റേണിലാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ആപ്പിൾ എങ്ങനെ ഓർഡർ ആക്കി വെച്ചിരിക്കുന്നു? പെർഫെക്റ്റ് ആയിട്ട് അടുക്കി വെച്ചിരിക്കുന്നു ഇല്ലേ? പെർഫെക്റ്റ് ആയിട്ടല്ലേ അടുക്കി വെച്ചിരിക്കുന്നത്? അതിൻ്റെ സ്ട്രാറ്റജി ഉണ്ട് കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നല്ല പാകമായത് മുകളിൽ വയ്ക്കും, അത്ര പാകമാകാത്തത് അടിയിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ എടുക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്, മുകളിൽ നിന്ന് എടുക്കാൻ. അപ്പോൾ ആപ്പിൾ എങ്ങനെ ഓർഡർ ആക്കി വെച്ചിരിക്കുന്നു? പെർഫെക്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നു. പഠിച്ചോ? ആപ്പിൾ പൈ ഓർഡർ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് അറേഞ്ച്മെന്റ്. പറഞ്ഞാണ് കുട്ടികളെ, ആപ്പിൾ പൈ ഓർഡർ പെർഫെക്റ്റ് അറേഞ്ച്മെന്റ്. 2 ഇടിയും പഠിച്ചു. ആപ്പിൾ ഓഫ് വൺ സൈ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? ഫേവറേറ്റ്, വളരെ ഇഷ്ടമുള്ള ആൾക്കാർ, ഫേവറേറ്റ് പേഴ്സൺ. രണ്ടാമത്തെ ഏതാണെന്ന് പറഞ്ഞു? ആപ്പിൾ പൈ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? ആപ്പിൾ എങ്ങനെ ഓർഡർ ആക്കി വെച്ചിരിക്കുന്നു? വളരെ പെർഫെക്റ്റ് ആയിട്ട്, പെർഫെക്റ്റ് അറേഞ്ച്മെന്റ്. 2 കിട്ടുമല്ലോ. മൂന്നാമത്തെ നോക്കിയാണേ, ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്. കുട്ടികളെ, ഈ ഡിസ്കോർഡ് എന്ന് പറഞ്ഞാൽ വഴക്കെന്നാണ് അർത്ഥം കേട്ടോ. ഡിസ്കോർഡിന്റെ മീനിങ് സിനോണിം പഠിച്ചോണം. വഴക്ക്, ഡിസ്പ്യൂട്ട്, വഴക്കെന്നാണ്. നിങ്ങൾ വീട്ടിലൊക്കെ വഴക്കടിക്കാറില്ലേ? ചേട്ടനുമായിട്ടൊക്കെ വഴക്കടിക്കാറില്ലേ? നിങ്ങൾ വീട്ടിൽ ചേട്ടനുമായിട്ടൊക്കെ എപ്പോഴും, ചേട്ടൻ ചേച്ചി എപ്പോഴും വഴക്കടിക്കാറുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് എപ്പോഴും വഴക്കടിക്കാറുണ്ട്. സത്യത്തിൽ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിസ്സാര കാരണങ്ങൾക്കായിരിക്കും വഴക്കടിക്കുന്നത് ഇല്ലേ? അപ്പോൾ അത് വലിയ വഴക്കാവും. എന്ത് ചെയ്യുന്നോടെ, പിണങ്ങി ഒരാളെ വീട്ടിലേക്ക് പോകുന്ന വരെ വഴക്കാവും. പക്ഷെ കാരണം പറഞ്ഞു വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നോടെ, ചേട്ടൻ ഫോൺ വിളിച്ചില്ല, ചിലപ്പോൾ ഉണ്ടാക്കിയ സാധനത്തിന് ഉപ്പ് പോരാ, മുളക് പോരാ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ കുഞ്ഞു പരാതികൾ പറഞ്ഞാണ് വഴക്കുണ്ടാക്കുന്നത്. അതിൽ ചിലപ്പോൾ മുതുക്ക് എന്ത് ചെയ്യും, മുട്ട അടിയാവും, എന്ത് ചെയ്യും, വഴക്കാവും, അടിയാവും, രണ്ടുപേരും ഡിവോഴ്സ് വരാവും എന്ന് വെച്ചോ. അപ്പോൾ വഴക്കിന് കാരണം ചെറിയ കാരണങ്ങളായിരിക്കും. പഠിച്ചോണം കേട്ടോ. ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് മീൻസ് കോസ് ഓഫ് ഡിസ്പ്യൂട്ട്, വഴക്കിന് കാരണം. ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടേ? കോസ് ഓഫ് ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ കോറൽ, വഴക്കിന് കാരണം. കോസ് ഓഫ് ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ കോറൽ. ഇപ്പൊ 3 ഇടിയെന്ന് പറഞ്ഞേ. ആപ്പിൾ ഓഫ് വൺ സൈ എന്ന് പറഞ്ഞാൽ ഫേവറേറ്റ് പേഴ്സൺ. ആപ്പിൾ പൈ ഓർഡർ എന്ന് പറഞ്ഞാലോ, ഓർഡർ, ആപ്പിൾ എങ്ങനെ ഓർഡർ ആക്കി വെച്ചിരിക്കുന്നു? പെർഫെക്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നു, പെർഫെക്റ്റ് അറേഞ്ച്മെന്റ്. മൂന്നാമത്തത് ആപ്പിൾ പൈ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് പറഞ്ഞാലോ, കോസ് ഓഫ് ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ കോറൽ. ഇനി നോക്കി, നാലാമത്തതാണ് ബാഡ് ആപ്പിൾ. നാലാമത്തെ ഇടി ഏതാണ്? ബാഡ് ആപ്പിൾ. പറഞ്ഞു നോക്കിയാണേ, നിങ്ങൾ കടയിൽ നിന്ന് ആപ്പിൾ വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ. നിങ്ങൾ കടയിൽ നിന്ന് എന്ത് വാങ്ങിക്കൊണ്ടുവന്നു? ആപ്പിൾ വാങ്ങിക്കൊണ്ടുവന്നു ഇല്ലേ? അതിൽ 1 കിലോ ആപ്പിൾ ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം എന്ത് ചെയ്യും? ബാഡ് ആപ്പിളാണ്, അഴുകിയ ആപ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്യും പിള്ളേരെ? എന്ത് ചെയ്യും? നിങ്ങൾ എന്നാ പറഞ്ഞോ? അത് നിങ്ങൾ എന്ത് ചെയ്യും? ചിലപ്പോൾ കളയും. ചിലവർ പറയുന്നു കളയുന്നു എന്ന് പറയുന്നു. സത്യത്തിൽ മലയാളിയാണെങ്കിൽ കളയൂല. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ ഭാഗം ചീന്തി കളഞ്ഞിട്ട് എന്ത് ചെയ്യും? കളയും. പക്ഷേ അഴുകിയ ഭാഗം ചീന്തി കളയും. എന്ത് ചെയ്യും? ബാക്കി നമ്മൾ കഷ്ണിച്ച് എന്ത് ചെയ്യാറുണ്ട്? നിങ്ങൾ തിന്നോ കുട്ടികളെ? നിങ്ങൾ തിന്നോ? ഇല്ല. ആർക്ക് കൊടുക്കും? നിങ്ങൾ കുഞ്ഞുങ്ങൾക്കും കൊടുക്കില്ല, നിങ്ങളും കഴിക്കില്ല. പിന്നെ ആർക്ക് കൊടുക്കും? ഒന്നുകിൽ ചേട്ടന് കൊടുക്കും, എന്ത് ചെയ്യുന്നോടെ, അല്ലെങ്കിൽ അമ്മായിയമ്മയ്ക്ക് കൊടുക്കും. സ്നേഹം കൂടുതലാണ് അവരടുത്ത്, എന്ത് ചെയ്യും? കൊടുക്കും. പണ്ടാരമേ നീ തിന്നു എന്ന് പറയും. കണ്ടിട്ടുണ്ടായിരിക്കില്ല? അപ്പം ബാഡ് ആപ്പിൾ. സത്യത്തിൽ ഈ അഴുകിയ ആപ്പിൾ നല്ലതാണോ? ഇല്ല, മൊത്തത്തിൽ കളയണം. ബാഡ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ ബാഡ് പീപ്പിൾ എന്നാണ് കേട്ടോ. ബാഡ് ആപ്പിള്, ബാഡ് പീപ്പിൾ. നിങ്ങൾ ആലോചിച്ച്, നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരാളാണെന്ന് വെച്ചോ, നമ്മളൊരു ഗ്യാങ് ആണെന്ന് വെച്ചോ, ഞാൻ മോശക്കാരനാണ്, ഞാൻ ഇത് ദുശീലങ്ങളുള്ള ഒരു മോശക്കാരനാണെന്ന് വെച്ചോ, നിങ്ങൾ എന്നോടൊപ്പം കൂടാറുണ്ടോ കുട്ടികളെ? എന്നെ ഒപ്പം കൂട്ടുമോ?
നിങ്ങളെല്ലാവരും നല്ല ആൾക്കാരാണെന്ന് വെച്ചോ. അപ്പം ഞാൻ നാളെ നിങ്ങളോടൊപ്പം കൂടുമ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മോശമായി തുടങ്ങും. ഇല്ലെങ്കിൽ നാട്ടുകാരെങ്കിലും പറഞ്ഞു വരുത്തും എന്ത് ചെയ്യുന്നോടെ ആ പിള്ളേരെല്ലാം മോശമാണ്. കാരണം ഞാൻ മോശക്കാരനാണെന്ന് ലോകം മൊത്തം അറിയാമെന്ന് വെച്ചു. എന്ത് ചെയ്യുന്നോടെ നിങ്ങളോടൊപ്പം കൂടുമ്പോഴത്തേക്കും നിങ്ങൾ എന്നോടൊപ്പം കൂടുമ്പം നിങ്ങളെയും ഓട്ടോമാറ്റിക്കലി ആൾക്കാർ പറയും മോശമെന്ന്. ഇല്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങുമ്പം ഒരു അഴുകിയ ആപ്പിൾ അതിനകത്തുണ്ടായിരുന്നു, എല്ലാം കൂടി ഒരുമിച്ചാണ്ടിരിക്കുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറ്റേ ആപ്പിൾ അല്ലെങ്കിൽ മറ്റേ ഫ്രൂട്ട്സ് എല്ലാം അഴുകാനുള്ള ടെൻഡൻസി വളരെ പെട്ടെന്ന് നടക്കും. കാരണം ഫംഗൽ ഇൻഫെക്ഷൻ അവിടെ പെട്ടെന്ന് നടക്കാറുണ്ട്. ഇല്ലേ? അപ്പം ബാഡ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ ബാഡ് പീപ്പിൾ. ഇപ്പം നിങ്ങൾ ഇനി ഫോണിലൊക്കെ സ്റ്റേറ്റസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ഇടണം കേട്ടോ. ഇഡിയൊക്കെ ഉപയോഗിച്ച് സ്റ്റേറ്റസ് ചെയ്യണം. എന്ത് ചെയ്യുന്നോടെ? വിത്ത് ബാഡ് ആപ്പിൾ. നിങ്ങൾ ഉറ്റ സുഹൃത്തിനെയൊക്കെ പറയണം വിത്ത് ബാഡ് ആപ്പിൾ, വിത്ത് ബാഡ് പീപ്പിൾ. എന്ത് ചെയ്യുന്നോടെ? ബാഡ് ആപ്പിള്, ബാഡ് പീപ്പിൾ. അപ്പൊ 4 ഇഡിയോ എന്ന് പറഞ്ഞേ. ആപ്പിൾ ഓഫ് വൺ സൈ എന്താണ്? ഉറച്ചു പറ. എന്ത് ചെയ്യും? ഫേവറേറ്റ് പേഴ്സൺ. അത് യൂസേജിനനുസരിച്ച് മാറ്റി പറയാം കേട്ടോ. ഇപ്പൊ ഞാനാണ് പറയണെങ്കിൽ ആപ്പിൾ ഓഫ് മൈ ഐ എന്ന് പറയും. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരടുത്താണ് ചോദിക്കണമെങ്കിൽ ആപ്പിൾ ഓഫ് യുവർ ഐ എന്ന് ചോദിക്കാം. ഇല്ലേ? ഇനി അതേപോലെ ആപ്പിൾ പൈ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കുട്ടികളെ? പെർഫെക്റ്റ് ആപ്പിൾ എങ്ങനെ ഓർഡർ ആക്കി വെച്ചിരിക്കുന്നു? കുറച്ച് പറയണേ. റെസ്പോണ്ട് ചെയ്താലേ ഉപകാരപ്പെടുള്ളൂ കേട്ടോ. നിങ്ങൾ തന്നെ എന്നോടൊപ്പം റെസ്പോണ്ട് ചെയ്താലേ ഉപകാരപ്പെടുള്ളൂ. ഞാൻ ചോദിക്കുന്നതിന് എല്ലാത്തിനും മറുപടി നിങ്ങൾ ചുമ്മാ അവിടെ ഇരുന്ന് പറഞ്ഞു നോക്കണം. നിങ്ങളെ പറയുന്ന മറുപടി എന്താണെന്ന് ഞാൻ തിരിച്ച് പറയും. നിങ്ങൾ പറയുന്നതിൽ ഏതെങ്കിലും ഒരു മറുപടി ആയിരിക്കും ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ തിരുത്തി പഠിച്ചു വരണം. ഇനി ആപ്പിൾ എങ്ങനെ ഓർഡർ ആക്കി വെച്ചിരിക്കുന്നു പറഞ്ഞോ? പെർഫെക്റ്റ് ആയിട്ട്, പെർഫെക്റ്റ് അറേഞ്ച്മെന്റ്. ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്ന് പറഞ്ഞാലോ കുട്ടികളെ? ഡിസ്കോഡ് വഴക്ക്. അപ്പൊ ആപ്പിൾ ഓഫ് ഡിസ്കോഡ് കോസ് ഓഫ് ഡിസ്പ്യൂട്ട്. ഇനി ബാഡ് ആപ്പിൾ എന്ന് പറഞ്ഞാലോ? ബാഡ് പീപ്പിൾ. ബാഡ് ആപ്പിള്, ബാഡ് പീപ്പിൾ. കിട്ടുമല്ലോ കുട്ടികളെ? അടുത്ത് നോക്കിയാണേ. എന്ത് ചെയ്യുന്നൂടെ? അടുത്ത ഇടിയാണ് ആപ്പിൾ ആൻഡ് ഓറഞ്ച്. ആപ്പിളുമായിട്ട് ബന്ധപ്പെട്ട 5ാമത്തെ ഇടിയാണ് ആപ്പിൾ ആൻഡ് ഓറഞ്ച്. പഠിച്ചോണം. നിങ്ങൾ കടയിൽ നിന്ന് ആപ്പിൾ വാങ്ങൂല്ല, ഓറഞ്ച് വാങ്ങൂല്ല. രണ്ടും കാഴ്ചയിൽ ഒരുപോലെയാണോ കുട്ടികളെ? അല്ല, രണ്ടും വ്യത്യാസമാണ്. കാഴ്ചയിലാണെങ്കിലും മണം, അതുപോലെ രുചി, അതുപോലെ അതിൻ്റെ വൈറ്റമിൻസ് എല്ലാം വ്യത്യാസമല്ലേ കുട്ടികളെ? അത് തന്നെയാണ് വ്യത്യസ്തം അല്ലെങ്കിൽ വ്യത്യാസം. ഡിഫറൻറ്റ് പീപ്പിൾ എന്തെന്ന് പറയും കുട്ടികളെ? ഡിഫറൻറ്റ് പീപ്പിൾ. ആപ്പിൾ ആൻഡ് ഓറഞ്ച് മീൻസ് ഡിഫറൻറ്റ്. ആപ്പിൾ ഓറഞ്ച് ഡിഫറൻറ്റ് ആണ്. ഡിഫറൻറ്റ് പീപ്പിൾ. അപ്പൊ 5 ഇഡിയോ എന്ന് പറഞ്ഞു നോക്കിയേ. നമ്മൾ ഒരെണ്ണം പോലും നമ്മൾ മീനിങ് ഒന്നും കണ്ടിട്ടില്ല, അല്ലാണ്ടാണ് നിങ്ങൾ പഠിക്കുന്നത്. നമ്മൾ പഠിച്ചതിന് ശേഷം മീനിങ് കാണും, അത്രേ ഉള്ളൂ. അപ്പോൾ പഠിക്കുക, ആദ്യം പഠിക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മീനിങ് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പാകത്തിൽ ഞാൻ കാണിച്ചു തരും. ഇപ്പം നിങ്ങൾ എന്നോടൊപ്പം റെസ്പോണ്ട് ചെയ്തിരുന്നാൽ മാത്രം മതി കേട്ടോ. റെസ്പോണ്ട് ചെയ്ത് വൊക്കാബുലറി ഒക്കെ പഠിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യുക. അതിലാണ് ഏറ്റവും വലിയ കാര്യം ഇരിക്കുന്നത്. കാരണം നമ്മൾ പറയുന്നു, നിങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പം നിങ്ങളാണ് ആ കഥകളും കാര്യങ്ങളും കേട്ട് റെസ്പോണ്ട് ചെയ്ത് മനസ്സിലാക്കി എടുക്കേണ്ടത്. അപ്പം എന്നോടൊപ്പം റെസ്പോണ്ട് ചെയ്ത് പഠിച്ചോണം. ഒന്നാമത്തെ ഏതാണ്ടേ? ആപ്പിൾ ഓഫ് വൺ സൈ മീൻസ് ഫേവറേറ്റ് പേഴ്സൺ. ആപ്പിൾ പൈ ഓർഡർ. ആപ്പിൾ എങ്ങനെ ഓർഡർ ആക്കി വെച്ചിരിക്കുന്നു? പെർഫെക്റ്റ് ആയിട്ട് ഓർഡർ ആക്കി വെച്ചിരിക്കുന്നു. പെർഫെക്റ്റ് അറേഞ്ച്മെന്റ്. ആപ്പിൾ ഓഫ് ഡിസ്കോഡ്. ഡിസ്കോഡ് എന്ന് പറഞ്ഞാൽ വഴക്ക്. അപ്പോൾ ആപ്പിൾ ഓഫ് ഡിസ്കോഡ് കോസ് ഓഫ് കോറൽ അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട്. ബാഡ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ ബാഡ് ആപ്പിൾ ഓർമ്മയിലിരുന്നോ? ബാഡ് ആപ്പിള്, ബാഡ് പീപ്പിൾ. ആപ്പിൾ ആൻഡ് ഓറഞ്ച് ഡിഫറൻറ്റ് പീപ്പിൾ. ഡിഫറൻറ്റ് പീപ്പിൾ. ഓക്കെ ആണല്ലോ? അടുത്ത് നോക്കിയാണ്. ചെറിയുമായി ബന്ധപ്പെട്ട 5 ഇഡിയോ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകും. ചെറി അടുത്ത ഫ്രൂട്ടിൽ വരുന്നതാണ് ചെറി. ചെറിയുമായി ബന്ധപ്പെട്ട് 5 ഇഡിയോ ആണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഒന്നാമത്തെ നോക്കിയാണ് കുട്ടികളെ, ചെറി പിക്ക്. ഒന്നാമത്തെ ഇടി ഏതാണ്ടേ? ചെറി പിക്ക്. പഠിച്ചോണം. നമ്മൾ ഈ കേക്കൊക്കെ വാങ്ങുമല്ലോ കുട്ടികളെ? കേക്ക് വാങ്ങുമല്ലോ. ഈ കേക്കൊക്കെ വാങ്ങുമ്പോൾ കേക്കിൻ്റെ മണ്ടിൽ ചെറി വെച്ചിട്ടുണ്ടായിരിക്കും. എന്ത് വെച്ചിട്ടുണ്ടായിരിക്കും? ഇവിടെ ചെറി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ചെറിയ വെച്ചിട്ടുള്ളൂ. അപ്പം ഞാനാണ് നിങ്ങൾക്ക് കേക്ക് മുറിച്ച് തരണേന്ന് വെച്ചോണം കേട്ടോ. കഷ്ണിച്ച് തരയണം, മുറിച്ച് തരയണം. അപ്പോൾ മുറിച്ച് തരുന്ന സമയത്ത് ഞാൻ ചെറി വെച്ച പീസ് മുറിക്കുമ്പോഴത്തേക്കും പീസാക്കുമ്പോൾ ചെറുതായിട്ട് മുറിച്ചു. ഒരു 5 പീസിൽ 1 പീസ് ചെറി വെച്ച പീസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു പ്ലേറ്റിൽ കൊണ്ട് നിങ്ങളെ മുമ്പിൽ തരണം. ഇപ്പോൾ ആദ്യം ഇരിക്കുന്ന ആൾ എങ്ങനെ എടുക്കും? ഏതെടുക്കും? ഇപ്പോൾ അനു എന്ന് പറയുന്ന ആൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അദ്ദേഹം എങ്ങനെ എടുക്കും? ഇതിനകത്ത് നിന്ന് എങ്ങനെ എടുക്കണോ? എങ്ങനെ എടുക്കും? അതിൽ ഏത് പീസ് എടുക്കും? അതിൽ ചെറി വെച്ച പീസ് എടുക്കുള്ളൂ. അത് ചെറുതാണെങ്കിൽ അതേ എടുക്കുള്ളൂ. കാരണം എന്താണ്? ചെറിയാണ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചെറി പിക്ക് എന്ന് പറഞ്ഞാൽ സെലക്ട് ദ ബെസ്റ്റ്, ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കുക. ചെറി പിക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടായി? സെലക്ട് ദ ബെസ്റ്റ്, ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കുക. ചെറി പിക്കിങ്, സെലക്ട് ദ ബെസ്റ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേറൊരു ഉദാഹരണം കൂടെ നോക്ക്. നമ്മൾ മിച്ചർ ഉണ്ടല്ലോ കൂടെ, മിച്ചർ. ഈ മിച്ചർ തട്ടി നമ്മളൊരു പ്ലേറ്റിൽ വയ്ക്കുകയാണെന്ന് വെച്ചോ. എന്ത് ചെയ്യുന്നു? ചായയുടെ കൂടെ കുടിക്കാൻ വേണ്ടി കഴിക്കാൻ വേണ്ടിയിട്ട് മിച്ചർ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പം നിങ്ങൾ മിച്ചറിൽ നിന്ന് ആദ്യം എന്തെടുത്ത് തിന്നൂടെ? അതിനകത്ത് എന്ത് പറക്കി തിന്നും? കപ്പലണ്ടി പറക്കി തിന്നും. അത് കഴിഞ്ഞിട്ട് എന്ത് പറക്കി തിന്നും പിള്ളേരെ? കടല പറക്കി തിന്നും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് പറക്കി തിന്നും? ഉണ്ട സാധനങ്ങൾ പറക്കി തിന്നും, അതിനകത്ത് കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണെങ്കിലോ എല്ലാം കൂടെ തട്ടി അങ്ങ് തിന്നും, ഇല്ലേ? ആദ്യം ഓരോന്നായിട്ട് എടുത്ത് തിന്നയില്ലേ? ഇഷ്ടമുള്ള പറക്കി തിന്നയില്ലേ? അത് തന്നെയാണ് ചെറി പിക്കിങ്, സെലക്ട് ദ ബെസ്റ്റ്, ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കുക. മറക്കൂലല്ലോ? ചെറി പിക്ക്, സെലക്ട് ദ ബെസ്റ്റ്. അടുത്ത രണ്ടാമത് നോക്കിയാണേ, ചെറി ഓൺ ദി കേക്ക്. ചെറി ഓൺ ദി കേക്ക്. കുട്ടികളെ,
ഈ ചെറി ഉണ്ടല്ലോ, കേക്കിന്റെ പ്രിപ്പറേഷൻ സമയത്ത് എപ്പോഴാണ് ഈ ചെറി കേക്കിൽ വെക്കുന്നത്? പറഞ്ഞേ, എപ്പോഴാണ് ചെറി കേക്കിൽ വെക്കുന്നത്? ഏറ്റവും ലാസ്റ്റ്. എന്തിനാണ് ഈ ചെറി വെക്കുന്നത്? നിർബന്ധമുണ്ടോ ചെറി വെക്കണമെന്ന്? ഇല്ല. എന്തിനാണ് ഇത് വയ്ക്കുന്നത്, ചെറിയൊക്കെ വയ്ക്കുന്നത്? ഒരു ഭംഗി കിട്ടാൻ വേണ്ടി, ഒരു അട്രാക്ഷന് വേണ്ടി, അല്ലെങ്കിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്. അപ്പം ഏറ്റവും അവസാനം കേക്കിന്റെ പ്രിപ്പറേഷനിൽ ഏറ്റവും അവസാനം ചെറി വയ്ക്കുന്നത് ഭംഗി കിട്ടാൻ വേണ്ടി, ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി. അത്രയേ ഉള്ളൂ. ചെറി ഓൺ ദ കേക്ക് എന്ന് പറഞ്ഞാൽ ഫൈനൽ തിങ്, ഏറ്റവും അവസാനം ചെയ്യുന്ന കാര്യം. എന്തിനാണ് കുട്ടികളെ? ഗെറ്റ് മോർ അട്രാക്ഷൻ. ഫൈനൽ തിങ് ഗെറ്റ് മോർ അട്രാക്ഷൻ. ഏറ്റവും അവസാനം ചെയ്യുന്ന കാര്യം, ഏറ്റവും കൂടുതൽ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യം. ഫൈനൽ തിങ് ഗെറ്റ് മോർ അട്രാക്ഷൻ. മറക്കൂലല്ലോ. നിങ്ങൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അസൈൻമെന്റ് ഒക്കെ എഴുതാറില്ലേ? അസൈൻമെന്റ് പ്രോജക്റ്റ് ഒക്കെ എഴുതാറുണ്ടല്ലോ. അപ്പം നമ്മളെ ഹാൻഡ് റൈറ്റിംഗ് അത്ര പോരാ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആ ക്ലാസ്സിലോ അല്ലെങ്കിൽ ചേട്ടനെയോ ചേച്ചിയോ ആരെങ്കിലും കൊണ്ട് ഫ്രണ്ട് പേപ്പർ എഴുതിക്കാറുണ്ട്. കണ്ടിട്ടുണ്ടല്ലോ? നല്ല ഭംഗിയിലുള്ള ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആരെങ്കിലും കൊണ്ട് ഫ്രണ്ട് പേജ് എഴുതിക്കാറുണ്ട്. അല്ലെങ്കിൽ നല്ല ഭംഗിയിൽ എഴുതി പൂക്കളൊക്കെ വരച്ച് തരും ഇല്ലേ? പിൻ ചെയ്ത് കൊണ്ടു കൊടുക്കും. ഇപ്പോൾ ഒരു അടുക്ക് ഏതിരിക്കുകയാണ്? അസൈൻമെന്റ് ഇരിക്കുന്നതിൽ അധ്യാപകർ നോക്കി വരുമ്പോൾ കൊള്ളാം, നല്ലൊരു ഫ്രണ്ട് പേജ് ഉള്ള സാധനം എടുക്കും ഇല്ലേ? അതല്ലേ ആദ്യം എടുക്കുള്ളൂ, അധ്യാപകർ നോക്കുകയുള്ളൂ. അത് തന്നെയാണ് ഫൈനൽ തിങ് ഗെറ്റ് മോർ അട്രാക്ഷൻ. ഏറ്റവും അവസാനം ചെയ്യുന്ന കാര്യം. നിങ്ങൾ പോയിട്ട് ഒരു കല്യാണത്തിന് പോകുന്നു, ഒരുങ്ങി എല്ലാം സുന്ദരിയായിട്ട് നിൽക്കുകയാണെന്ന് വെച്ചോ, ഏറ്റവും അവസാനം ലിപ്സ്റ്റിക് ഇടുന്നു, ഫൈനൽ തിങ് ഗെറ്റ് മോർ അട്രാക്ഷൻ. അല്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസ് വയ്ക്കുന്നു, എന്ത് ചെയ്യുന്നോടെ? ഫൈനൽ തിങ് ഗെറ്റ് മോർ അട്രാക്ഷൻ. ഏറ്റവും ഭംഗി കിട്ടാൻ വേണ്ടി അവസാനം ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെയാണല്ലോ? പറഞ്ഞു നോക്കിയേ. ചെറി പിക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു? സെലക്ട് ദ ബെസ്റ്റ്, ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കുക. ചെറി ഓൺ ദി കേക്ക് എന്ന് പറഞ്ഞാലോ? ഫൈനൽ തിങ് ഗെറ്റ് മോർ അട്രാക്ഷൻ. അടുത്ത് നോക്കിയേ. അസ് റെഡ് അസ് ചെറി. അസ് റെഡ് അസ് ചെറി. കുട്ടികളെ, ഈ ചെറിയുടെ കളർ എന്താണ്? ചെറി പഴത്തിന്റെ കളറ് ചുമന്ന കളറാണ് കേട്ടോ, ചുവപ്പാണ്, റെഡാണ്. നല്ല ചുവപ്പ് കളറല്ലേ? നല്ല റെഡ് കളറല്ലേ? അത് തന്നെയാണ് അസ് റെഡ് അസ് ചെറി എന്ന് പറഞ്ഞാൽ വെരി റെഡിഷ് കളർ കേട്ടോ. അസ് റെഡ് അസ് ചെറി മീൻസ് അതിന്റെ അതിനകത്ത് തന്നെ ഉണ്ട് മീനിങ്. അസ് റെഡ് അസ് ചെറി വെരി റെഡിഷ് കളർ. ഈ കുഞ്ഞുങ്ങളുണ്ടല്ലോ, പൊടി കുഞ്ഞുങ്ങൾ, ന്യൂ ബോൺ ബേബീസ്, വളരെ ഫ്ലഷി ആയിട്ടിരിക്കുന്നു. കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ നിങ്ങളൊക്കെ. എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളുള്ളവരാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ കവളൊക്കെ എന്ന് പറഞ്ഞാൽ തുടുതുടായിരിക്കും. നമ്മൾ പതുക്കെ ചെന്ന് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അതിങ്ങനെ തൊട്ടാൽ മതി, ഒന്നും ഞെക്കി അമ്മയ്ക്ക് പൊട്ടിച്ചോളയില്ല കേട്ടോ. എന്ത് ചെയ്യുന്നു? അവിടെ പതുക്കെ പോയി ഒന്ന് തൊട്ട് നോക്കുമ്പോൾ എന്ത് ചെയ്യും? പതുക്കെ ഒന്ന് നമ്മളൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ചുമന്ന് വരുന്നതാണ്. നമ്മളെയൊക്കെ കവളാണെങ്കിലാ അടിച്ചാൽ പോലും ചുമക്കൂല. നോക്കിയോ? അപ്പോൾ അസ് റെഡ് അസ് ചെറി എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകളെ? വെരി റെഡിഷ് കളർ കേട്ടോ, ഭയങ്കര ചുവപ്പ്. അസ് റെഡ് അസ് ചെറി മീൻസ് വെരി റെഡിഷ് കളർ. സായിപ്പന്മാരെയൊക്കെ കണ്ടിട്ടുണ്ടോ? അവരെയൊക്കെ വെയിലത്തൂടെയൊക്കെ നടക്കുമ്പോൾ, നല്ല ചൂടത്തൂടെ വെയിൽ ഉള്ള സമയത്ത് നടന്നു പോയി കഴിഞ്ഞാൽ അവരെങ്ങനെ വരും കുട്ടികളെ? ചുമന്ന് വെയിലടിക്കുന്നതിനനുസരിച്ച് അവർ ചുമക്കും. നമ്മളാണെങ്കിൽ വെയിലിന്റെ എന്ത് ചെയ്യുന്നൂടാ? അടുത്തൂടെ പോയാൽ മതി, കറുകറാ കയറി വരും ഇല്ലേ? അപ്പോൾ അസ് റെഡ് അസ് ചെറി മീൻസ് വെരി റെഡിഷ് കളർ, നല്ല ചുവപ്പുള്ള കാര്യങ്ങൾ. ഓക്കെ, അടുത്ത് നോക്കിയാണ് എ ബൈറ്റ് അറ്റ് ചെറി. എ ബൈറ്റ് അറ്റ് ചെറി. നോക്കിയിരുന്നു കുട്ടികളെ, ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ മുതലാക്കാത്തവരായിട്ട് ആരുമില്ല കേട്ടോ. നിങ്ങളത് ഓർമ്മയിലിരുന്നാൽ മതി. നിങ്ങൾ ആലോചിക്കണം, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ മുട്ടായിയൊക്കെ പകുതി എടുക്കുന്ന ഒരു രീതി നിങ്ങളുടെ നാട്ടിലേക്ക് ഉണ്ടാകുമ്പോൾ അറിയാമായിരിക്കുമല്ലോ. ഷെയർ ചെയ്ത് കഴിക്കുക. അപ്പോൾ മുട്ടായി വാങ്ങിച്ചിട്ട് പകുതി എടുക്കാം എന്ന് പറഞ്ഞ് ചിലപ്പം കടിച്ചായിരിക്കും എടുക്കുന്നത്. നമ്മളത് കടിച്ചെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്? ഇപ്പോൾ ഒരാൾ പറയും, അളിയ സ്നേഹം കൊണ്ട് പറയും, നീ കടിച്ചിട്ട് പകുതി തന്നാൽ എന്ന് പറയും ഇല്ലേ? അവനാണെങ്കിൽ ആ കടിച്ചെടുക്കുന്നത് അതിൻ്റെ 3/4 ഭാഗം അവൻ കടിച്ചങ്ങ് എടുക്കും. കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അയ്യോ അളിയാ പോയെന്ന് പറയും ഇല്ലേ? കൂടിപ്പോയെന്ന് പറയും ഇല്ലേ? പിന്നെ എന്ത് ചെയ്യും? വായിലങ്ങ് എന്ത് ചെയ്യും? കഴിച്ചതിന് നമ്മൾ എടുക്കാറുണ്ടോ? ഇല്ല. എന്ത് ചെയ്യുന്നു? പഠിച്ചോണം. ആസ് എ ബൈറ്റ് അറ്റ് ചെറി എന്ന് പറഞ്ഞാൽ ആൻ ഓപ്പർച്യൂണിറ്റി ടു അച്ചീവ് എനിത്തിങ്. ആൻ ഓപ്പർച്യൂണിറ്റി ടു അച്ചീവ് എനിത്തിങ്. എന്തെങ്കിലും നേടിയെടുക്കാനുള്ള ഒരു അവസരം ലഭിക്കുക. ആൻ ഓപ്പർച്യൂണിറ്റി ടു അച്ചീവ് എനിത്തിങ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പോൾ പെൺകുട്ടികൾ നിങ്ങളെ സ്വന്തം പൈസ കൊടുത്താണ് എന്ത് ചെയ്യുന്നത്? ഡ്രസ്സൊക്കെ വാങ്ങുന്നതെന്ന് വെച്ചോണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയുള്ള ഡ്രസ്സ് എടുക്കാൻ പോകും കുട്ടികളെ? എങ്ങനെയുള്ളത്? ഭയങ്കര കൂടിയത് എടുക്കാറുണ്ടോ? ഇല്ല. കണ്ടാൽ കൂടിയതാണെന്ന് തോന്നണം, പക്ഷേ 10-250 രൂപ സാധനം ആയിരിക്കണം. അങ്ങനെയുള്ള ഡ്രസ്സുകളാണ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം സ്നേഹ കൂടുതലുണ്ട്, ചേട്ടൻ പറഞ്ഞു, എടീ നിനക്ക് ഞാൻ ഡ്രസ്സ് എടുത്തു തരാമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യുന്നു? ഡ്രസ്സ് എടുത്തു തരാം. അപ്പോൾ നിനക്ക് ഇഷ്ടമുള്ള എടുത്തോ, ഞാൻ പൈസ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അന്ന് നിങ്ങൾ 250 രൂപ തുണി എടുക്കുക കുട്ടികളെ. അന്ന് എടുക്കുന്നത് എത്രയായിരിക്കും? അന്ന് 1000. ഉള്ളതിൽ ഏറ്റവും എന്ത് ചെയ്യുന്നോടെ? കൂടിയതെടുക്കും. ഒരു അവസരം കിട്ടി, മാക്സിമം ചെലവഴിപ്പിച്ചു. എ ബൈറ്റ് അറ്റ് ചെറി മീൻസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു അച്ചീവ് എനിത്തിങ്. എന്തെങ്കിലും നേടിയെടുക്കാനുള്ള അവസരം ലഭിക്കുക. ആൻ ഓപ്പർച്യൂണിറ്റി ടു അച്ചീവ് എനിത്തിങ്. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുട്ടികളെ? എന്ത് ചെയ്യുന്നുണ്ട്? പെൺകുട്ടികൾ ഫുഡ് കൊണ്ടുവരും, ചോറ് കൊണ്ടുവരും, പയ്യന്മാർ കൊണ്ടുവരില്ല. അപ്പോൾ സ്നേഹം കൊണ്ടൊരു പയ്യൻ്റെ അടുത്ത് പറയണം, അടാ നീ എൻ്റെ നിന്ന് കഴിച്ചോ എന്ന് പറയുന്നു. ആ പയ്യൻ ഒരു തവണ പറയും വേണ്ട, 2 തവണ പറയും വേണ്ട,
മൂന്നാമത്തെ തവണ നിങ്ങൾ നിർബന്ധിക്കും, അവൻ വന്ന് എന്ത് ചെയ്യുന്നൂടെ തിന്നും, കഴിക്കും, നിങ്ങൾ ഇന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നൂടെ ചെറുതായിട്ട് ഒരു ഉരുള എന്ത് ചെയ്യുന്നൂടെ, ഒരു പയ്യനും കൂടെ ഓപ്പോസിറ്റ് ഇരിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അവൻ ഉള്ളതെല്ലാം കൂടെ കുഴച്ച് തിന്നിട്ട് അവൻ കഴിച്ചങ്ങ് പോകും. അത്രയും ബാക്കി അവൻ വരും. നിങ്ങൾ ചിലപ്പോൾ ആ സമയത്ത് 2 ഉരുളയായിരിക്കും കഴിച്ചിരിക്കുന്നത്, ഇല്ലേ? എന്നിട്ട് ഒരു സാരമില്ലടാ നീ കഴിച്ചു, എനിക്ക് വിശപ്പില്ലെന്ന് പറയും. സത്യത്തിൽ ഉള്ളു എന്ത് ചെയ്യുന്നോടെ വയറ് വിശന്നിരിക്കുകയായിരുന്നു, പക്ഷേ അവൻ അത്രയും കഴിച്ചിട്ട് പോകും. അപ്പോൾ അവസരം കിട്ടിയാൽ മുതലാക്കും. എ ബൈറ്റ് അറ്റ് ചെറി ആൻ ഓപ്പർച്യൂണിറ്റി ടു അച്ചീവ് എനിത്തിങ്. നോക്കിയേ ലാസ്റ്റ് വൺ, ലൈഫ് ഈസ് എ ബൗൾ ഓഫ് ചെറി. ഇടി എങ്ങനെയാണ്? ലൈഫ് ഈസ് എ ബൗൾ ഓഫ് ചെറി. പഠിച്ചോണം. നിങ്ങൾക്ക് ചെറി ഭയങ്കര ഇഷ്ടമാണ്, വലിയ ഇഷ്ടമുള്ളൊരു ഫുഡാണ് അല്ലെങ്കിൽ ഫ്രൂട്ടാണ് ചെറി എന്ന് പറയുന്നത്. ചേട്ടൻ വന്നപ്പം ഒരു ബൗള് നിറയെ ചെറി കൊണ്ടുവന്നു, നീ കഴിച്ചു എന്ന് പറഞ്ഞു. നിങ്ങൾ ഭയങ്കര സന്തോഷമാവൂലേ കുട്ടികളെ? അവിടെ ഇരുന്ന് തിന്നും, രാത്രി വെളുക്ക ഇരുന്ന് തിന്നും. ഹാപ്പി ആവൂലേ നിങ്ങൾ? ഭയങ്കര ഹാപ്പി ആവൂലേ? ഇത്രയേ ഉള്ളൂ. ലൈഫ് ഈസ് എ ബൗൾ ഓഫ് ചെറി, ഹാപ്പി ലൈഫ്. ലൈഫ് ഈസ് എ ബൗൾ ഓഫ് ചെറി മീൻസ് ഹാപ്പി ലൈഫ്. ഇനി വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ ഇടണം കേട്ടോ. ലൈഫ് ഈസ് എ ബൗൾ ഓഫ് ചെറി മീൻസ് ഹാപ്പി ലൈഫ്. ഒന്ന് പറഞ്ഞു നോക്കിയാൽ ഉറച്ചെന്നോടൊപ്പം പറയണേ. ആപ്പിൾ ഓഫ് വൺ സൈ മീൻസ് പറഞ്ഞോ? ആപ്പിൾ ഓഫ് വൺ സൈ ഫേവറേറ്റ് പേഴ്സൺ. ഓക്കെ, ഫേവറേറ്റ് പേഴ്സൺ. ഇനി രണ്ടാമത്തത് ആപ്പിൾ പൈ ഓർഡർ എന്ന് പറഞ്ഞാലാ ആപ്പിൾ പൈ ഓർഡർ. ആപ്പിൾ എങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു? പെർഫെക്റ്റ് ആയിട്ട് അടുക്കി വെച്ചിരിക്കുന്നു. പെർഫെക്റ്റ് അറേഞ്ച്മെന്റ്. ആപ്പിൾ പൈ ഓർഡർ പെർഫെക്റ്റ് അറേഞ്ച്മെന്റ്. ആപ്പിൾ പൈ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർഫെക്റ്റ് അറേഞ്ച്മെന്റ്. 3 ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ആപ്പിൾ ഓഫ് ഡിസ്കോഡ്. ഡിസ്കോഡ് എന്ന് പറഞ്ഞാൽ വഴക്ക്. അപ്പൊ മീനിങ് പറഞ്ഞോ? ആപ്പിൾ ഓഫ് ഡിസ്കോഡ് കോസ് ഓഫ് ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ കോറൽ. കോസ് ഓഫ് ഡിസ്പ്യൂട്ട്. ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാലും വഴക്കെന്നാണ് കേട്ടോ. കോസ് ഓഫ് ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ കോറൽ. ബാഡ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ കുട്ടികളെ ബാഡ് ആപ്പിള്. ഇപ്പൊ അഴുകിയ ആപ്പിള് മോശമാണ്, കളയാൻ പറഞ്ഞു, ഒഴിവാക്കാൻ പറഞ്ഞു. ബാഡ് ആപ്പിള് ബാഡ് പീപ്പിൾ. ബാഡ് ആപ്പിള് ബാഡ് പീപ്പിൾ. ഓക്കെ ആണല്ലോ. ആപ്പിൾ ആൻഡ് ഓറഞ്ച് രണ്ടും 2 തരമാണെന്ന് പറഞ്ഞു. വ്യത്യസ്തം, ഡിഫറൻറ്റ് പീപ്പിൾ. ആപ്പിൾ ആൻഡ് ഓറഞ്ച് ഡിഫറൻറ്റ് പീപ്പിൾ. എന്നോടൊപ്പം പറയണേ, ആപ്പിൾ ആൻഡ് ഓറഞ്ച് ഡിഫറൻറ്റ് പീപ്പിൾ. ഇനി അടുത്ത് നോക്കിയാൽ ചെറി പിക്ക്. ചെറി എങ്ങനെയാണ് നമ്മൾ കേക്കിലൊക്കെ ചെറി ഇരുന്ന് ആദ്യം അതിർത്ത് തിന്നുമെന്ന് പറഞ്ഞു. എങ്ങനെ എന്ത് ചെയ്യുന്നൂടെ? അല്ലെങ്കിൽ മിച്ചറിന്ന് കപ്പലിൻ്റെ പറക്കി തിന്നുന്നതിനെ കുറിച്ച് ഓർക്കാൻ പറഞ്ഞു. എന്താന്ന് പറഞ്ഞു? സെലക്ട് ദ ബെസ്റ്റ്. ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കുക. ചെറി പിക്കിങ്, സെലക്ട് ദ ബെസ്റ്റ്. ഇനി ചെറി ഓൺ ദ കേക്ക്. ചെറിയ അല്ലെങ്കിൽ കേക്കിൻ്റെ മുകളിൽ ചെറി എപ്പോഴും വയ്ക്കും എന്ന് പറഞ്ഞു? അവസാനം. എന്തിനു വയ്ക്കും? ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഫൈനൽ തിങ് ഗെറ്റ് മോർ അട്രാക്ഷൻ. പറഞ്ഞേ, ഫൈനൽ തിങ് ഗെറ്റ് മോർ അട്രാക്ഷൻ. ഫൈനൽ തിങ് ഗെറ്റ് മോർ അട്രാക്ഷൻ. ആസ് റെഡ് അസ് ചെറി. ചെറിയുടെ കളർ എന്താണെന്ന് പറഞ്ഞു കുട്ടികളെ? ചുമന്ന കളറാണ്, റെഡ് ആണെന്ന് പറഞ്ഞു. ഭയങ്കര ചുവപ്പാണെന്ന് പറഞ്ഞു. ആസ് റെഡ് അസ് ചെറി വെരി റെഡിഷ് കളർ. ആസ് റെഡ് അസ് ചെറി വെരി റെഡിഷ് കളർ. ഓക്കെ ആണല്ലോ. ഇനി എ ബൈറ്റ് അറ്റ് ചെറി. എ ബൈറ്റ് അറ്റ് ചെറി. അവസരം കിട്ടിയാൽ മുതലാക്കൂ എന്ന് പറഞ്ഞു. എ ബൈറ്റ് അറ്റ് ചെറി എന്താണെന്ന് പറഞ്ഞു പിള്ളേരെ? ആൻ ഓപ്പർച്യൂണിറ്റി ടു അച്ചീവ് എനിത്തിങ്. ആൻ ഓപ്പർച്യൂണിറ്റി ടു അച്ചീവ് എനിത്തിങ്. എന്തെങ്കിലും നേടിയെടുക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുക. ലൈഫ് ഈസ് എ ബൗൾ ഓഫ് ചെറി. നിങ്ങൾക്ക് ചെറി ഭയങ്കര ഇഷ്ടമാണ്, ഒരു ബൗൾ നിറയെ ചെറി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു? വളരെ ഹാപ്പി ആവുമെന്ന് പറഞ്ഞു. അല്ലേ? ഹാപ്പി ലൈഫ്. ലൈഫ് ഈസ് എ ബൗൾ ഓഫ് ചെറി, ഹാപ്പി ലൈഫ്. കിട്ടുമോ കുട്ടികളെ? 10 ഇടിയം. വളരെ എളുപ്പമല്ലേ പഠിക്കാൻ? കിട്ടുമല്ലോ. ഇന്ന് തന്നെ എന്ത് ചെയ്യും? പഠിക്കാതെ. ഓക്കെ, എഴുതിയെടുത്ത് പഠിക്കണം കേട്ടോ. ക്ലാസ് എല്ലാം കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതിൻ്റെ നോട്ട് എഴുതാൻ നിൽക്കാവുള്ളൂ കേട്ടോ. വൊക്കാബുലറി ഞാൻ എന്ത് പഠിപ്പിച്ചു തരുന്നെങ്കിലും ക്ലാസ് എന്നോടൊപ്പം ലൈവായിട്ട് കണ്ടുവരിക, കണ്ട് റെസ്പോണ്ട് ചെയ്ത് പഠിക്കുക. കൂട്ടത്തിൽ എഴുതാൻ നിൽക്കരുത്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഓർമ്മിച്ച് ആ സാധനങ്ങൾ എഴുതിയെടുക്കുക. ആ ഇഡിയം മാത്രം എഴുതിയിട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇഡിയത്തിൻ്റെ മീനിങ് സ്വന്തമായിട്ട് എഴുതി നോക്കുക. മറന്നുപോയ ഏതെങ്കിലും ക്ലാസ് കണ്ട് ഒന്നും കൂടെ പഠിച്ചതിന് ശേഷം എഴുതുക. അല്ലാണ്ട് വൊക്കാബുലറി പഠിക്കാൻ നിൽക്കുകയേ ചെയ്യരുത്, കാണാതെ പഠിക്കരുത്. ഓക്കെ ആണല്ലോ. ബൈ ബൈ. താങ്ക് യു.